പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ എറണാകുളത്തെ DCC ഓഫീസിൽ വി.ഡി. സതീശൻ എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ്. വീതിയിലേക്കുമാർ വലിയ സ്വീകരണമാണ് എറണാകുളത്ത് വി.ഡി. സതീശന്. എറണാകുളം DCCയോ അല്ലെങ്കിൽ പ്രവർത്തകരോ അത് ആസൂത്രിതമാണോ എന്നറിയില്ല. എങ്കിൽ പോലും പ്രവർത്തകരുടെ ആ സ്നേഹ വായ്പ്, ആ വികാര വായ്പ് വി.ഡി. സതീശനൊപ്പമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ വലിയ ജയത്തിൻ്റെ ശില്പി എന്ന നിലയിൽ തന്നെ UDFനെ അധികാരത്തിലേറ്റിയതിനു പിന്നിൽ വി.ഡി. സതീശൻ്റെ നിലപാടുകൾ, വി.ഡി. സതീശൻ സ്വീകരിച്ചിട്ടുള്ള സമീപനങ്ങൾ, ഇതൊക്കെ വളരെ ശ്രദ്ധേയമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വിജയശില്പി എന്നുള്ളത് വി.ഡി. സതീശനാണ് എന്നത് ഈ സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക്, UDF പ്രവർത്തകർക്ക് അവരുടെ നെഞ്ചിലേറ്റിയ വികാരമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ സ്വീകരണം. എറണാകുളത്ത് നൽകുന്ന ഈ വരവേൽപ്പ് എന്നതിൽ സംശയമില്ല. എറണാകുളത്തെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരത് എക്സ്പ്രസിൽ വന്നിറങ്ങിയ വി.ഡി. സതീശനെ കാത്ത് അവിടെ പതിനായിരക്കണക്കിന് UDF പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകരൊക്കെയാണ് അവിടെ തടിച്ചുകൂടിയിരുന്നത്. ഇപ്പോൾ എറണാകുളം DCC ഓഫീസിൽ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, ഹൈബി ഈഡൻ MP തുടങ്ങി എറണാകുളം ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എറണാകുളം DCC ഓഫീസിലാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉള്ളത്. അത് ഈ കേരള മുഖ്യമന്ത്രി ആരാകും എന്ന ചർച്ച, ഡൽഹിയിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ്. മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിലാണ് യോഗം ചേരുന്നത്. കേരളത്തിലേക്കുള്ള കേന്ദ്ര നിരീക്ഷകരെ, ഹൈക്കമാൻഡ് നിരീക്ഷകരെ ഈ യോഗത്തിലായിരിക്കും തീരുമാനിക്കുക. യോഗത്തിൽ KC വേണുഗോപാൽ പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അത് അനാവശ്യ ചർച്ചകൾക്ക് വഴിയൊരുക്കേണ്ടതില്ല എന്ന KC വേണുഗോപാലിൻ്റെ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആ യോഗത്തിലേക്ക് പോകാതിരിക്കുന്നത്. അതായത് KC വേണുഗോപാലും ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള കണ്ടൻഡറാണ് എന്ന് തെളിയിക്കുകയാണ് അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുന്നതിലൂടെ എന്നതാണ് SKN ഇതിൽ വ്യക്തമാകുന്നത്. അതായത് KC വേണുഗോപാൽ ഈ മുഖ്യമന്ത്രിയാകാനുള്ള പോരാട്ടത്തിനില്ലെങ്കിൽ അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ടതാണ്, അദ്ദേഹത്തിൻ്റെ നിലപാട് അറിയിക്കേണ്ടതാണ്. പക്ഷേ അദ്ദേഹവും ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുണ്ട് എന്ന് അടിവരയിട്ട് തെളിയിക്കുന്നതാണ് അദ്ദേഹം ഈ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് എന്ന കാര്യത്തിൽ. വിട്ടുനിൽക്കുക എന്ന് പറയാൻ കഴിയില്ല. അദ്ദേഹം അവിടെ പോയൊരു അനാവശ്യ ചർച്ച വേണ്ടതില്ല, അങ്ങനെ അദ്ദേഹം സമ്മർദ്ദം ചെലുത്തുന്നു എന്ന നിലയിലുള്ള ചർച്ച വേണ്ടതില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാകാം. SKN ഈ ഹൈക്കമാൻഡിൻ്റെ നിലപാട് പല ഘട്ടങ്ങളിലും നിർണായകമാണ് ഈ മുഖ്യമന്ത്രിമാരെ നിശ്ചയിക്കുന്നതിൽ. കേരളത്തിൽ വരും, വിവിധ സംസ്ഥാനങ്ങളിൽ പോകും, നിരീക്ഷകർ അവർ MLA-മാരുടെ അഭിപ്രായം തേടും. ഘടകകക്ഷികളുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ആവശ്യമെങ്കിൽ, കാരണം ഘടകകക്ഷികൾ തീരുമാനിക്കേണ്ട ഒരു വിഷയമല്ല ഇത്, കോൺഗ്രസ് തനിച്ച് എടുക്കേണ്ട തീരുമാനമാണ്. കോൺഗ്രസിന് ഭൂരിപക്ഷമുണ്ട്, അതുകൊണ്ട് മുഖ്യമന്ത്രിയെ നിശ്ചയിക്കേണ്ടത് കോൺഗ്രസ് ആണ് എന്നതിൽ തർക്കമില്ല. പക്ഷേ ഈ അഭിപ്രായം കേട്ടതുകൊണ്ട് മാത്രം ഹൈക്കമാൻഡ് ആ നിലയിൽ ഈ ഭൂരിപക്ഷം MLA-മാർ ആരെങ്കിലും പിന്തുണയ്ക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കില്ല എന്നതിൻ്റെ സമീപകാലത്തുള്ള നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അത് കർണാടകയിലുണ്ട്. അവിടെ സിദ്ധരാമയ്യയും DK ശിവകുമാർ കർണാടകയിലെ കോൺഗ്രസിനെ നയിച്ച, അവിടുത്തെ പ്രക്ഷോഭങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയിട്ടുള്ള കേന്ദ്ര ഏജൻസികൾ നിരവധി തവണ ചോദ്യം ചെയ്യുകയും ജയിലിൽ അടയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള DK ശിവകുമാറുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു മത്സരം വന്നപ്പോൾ അവിടെ കോൺഗ്രസിലൊരു പിളർപ്പ് ഒഴിവാക്കുന്നതിന് നമ്മുടെ മലയാളിയായ KJ ജോർജ് അടക്കമുള്ളവർ സിദ്ധരാമയ്യയെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകട്ടെ എന്ന നിലപാട് കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്വീകരിച്ചിരുന്നു. തെലങ്കാനയിൽ സമീപകാലത്ത് അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവ് മല്ലു ഭട്ടി വിക്രമാർക്ക, അദ്ദേഹമായിരുന്നു അവിടെ സംസ്ഥാന കോൺഗ്രസിൽ ഒരു വലിയ അതിനൊരു ഉണർവ് നൽകിയത്. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തീരുമാനം വന്നപ്പോൾ ഹൈക്കമാൻഡ് രേവന്ത് റെഡ്ഡിയെ അവിടെ മുഖ്യമന്ത്രിയാക്കുകയാണ് ചെയ്തത്. ഇടയ്ക്കൊരു കാര്യം ചോദിക്കട്ടെ, അതായത് ഈ പ്രാദേശിക വികാരം കണക്കിലെടുക്കാതെ എടുത്ത തീരുമാനങ്ങൾ തിരിച്ചടിയും ഉണ്ടാക്കിയിട്ടുള്ളൂ. ഉദാഹരണത്തിന് പഞ്ചാബിൽ, രാജസ്ഥാനിലൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളും അനുഭവങ്ങളും കേന്ദ്ര നേതൃത്വത്തിനില്ല. അപ്പോൾ ഒറ്റയടിക്ക് ഈ നിരീക്ഷകരെ മാത്രം വിശ്വസിച്ച് തീരുമാനം എടുക്കുക. അതിലിപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ഒരു പേര് തന്നെ അശോക് ഗെഹ്ലോട്ടിന്റെ. അശോക് ഗെഹ്ലോട്ട് നേരത്തെ അവിടെ ചരൺ സിംഗ് ചന്നി പോയിട്ടുണ്ട്. ഈ അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റുമായുള്ള ആ തർക്കത്തിൽ തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രി ആകട്ടെ എന്ന നിലപാടാണ് അവിടെ സ്വീകരിച്ചത്. അത് ഹിമാചൽ പ്രദേശിലുണ്ട്. മുകേഷ് അഗ്നിഹോത്രി അവിടുത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചില്ല. പ്രതിഭാ സിംഗ് അവിടുത്തെ PCC പ്രസിഡന്റ് ആയിരുന്നു, പരിഗണിച്ചില്ല. അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചത് സുഖ്വീന്ദർ സുഖുവിനെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.